നമുക്കിന്നൊരു ഐറ്റം ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. നമ്മൾ ശർക്കര പാനി ഇതാ ഉരുകി വന്നിട്ടുണ്ടേ. അടുത്തതായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഇതിന് ആവശ്യമായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് മിക്സിയിലിട്ട് ഇത് തേങ്ങാപ്പാൽ എടുത്തിട്ട് വരാം. നമുക്ക് തേങ്ങാപ്പാൽ ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏത്തപ്പഴം ഇതിലോട്ട് അരിഞ്ഞിടാം ചെറുതായിട്ട്. നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഏത്തപ്പഴം നമ്മളിങ്ങനെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ഏലക്ക വെച്ചിട്ടുള്ള തേങ്ങാപ്പാല്, നമ്മൾ ശർക്കര പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല വൃത്തിയായി മിക്സ് ചെയ്ത് കൊടുക്കാൻ മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വടിയ മിക്സിയിൽ ഇട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് നല്ല വടിയ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടേ. ഒരു തരി പോലും ഇല്ലാതെ നല്ലപോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. നമുക്കൊരു പാത്രം എടുത്ത് പരന്ന പാത്രം എടുത്തിട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. നമുക്ക് ഈ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് ഇതിലോട്ടൊന്ന് വീഴ്ത്തി കൊടുക്കാം. തയ്യാറാക്കി വെച്ച് നമ്മുടെ ഈ മിക്സ് നമ്മൾ ഇതിലോട്ട് ഇറക്കി. നമ്മളെ ഏത്തപ്പഴം കൊണ്ടുള്ള ഒരപ്പം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചൂടാറാൻ വയ്ക്കാം. എല്ലാവരും ഈ ഒരപ്പം ട്രൈ ചെയ്ത് നോക്കുക.